യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ വ്യക്തതയോടെ നമ്മൾക്ക് പറഞ്ഞു തന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ശ്രവിച്ചത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തർക്കും നിത്യജീവനുണ്ട്. സ്വർഗത്തിൽ പിതാവിനോടൊപ്പം നിത്യതയിലായിരിക്കുവാൻ നമുക്ക് അവകാശമുണ്ടാകുന്നത് ദൈവവചനം കേൾക്കുകയും അതിൽ വിശ്വസിക്കുകയും ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മരണം വഴി വിടവാങ്ങുമ്പോൾ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ആദോവയും ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ഉലാത്തിയതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തോടൊപ്പം നടക്കുവാൻ സാധിക്കും. അത് സാധിക്കണമെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന വചനം കേൾക്കുകയും ദൈവം അയച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് മാത്രമേ അത് ലഭിക്കുകയുള്ളെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ്. ആ ദൈവം തന്നെയാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നതും. ആ മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് യേശു എന്ന് പേര് നൽകിയതും ദൈവം തന്നെയാണ്. അപ്പോൾ വചനമനുസരിച്ച് ദൈവമാവുന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം തന്നെയായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരുവനും നിത്യതയിൽ മരണത്തിന് ശേഷം ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുള്ള അവസരമുണ്ട്. നമുക്കതിനായിട്ട് നമ്മുടെ ശിഷ്ടകാലം വിനിയോഗിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമ്മുടെ മക്കളെ നമ്മുടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ആ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം നമുക്ക്. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ
സ്നേഹനിധിയായ സമാധാനം കാംക്ഷിയായ സർവശക്തനും സർവാധിപനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.